6 ജില്ലകളിലെ 1.5 കോടിയോളം ജനങ്ങളുടെ ജീവൻ വളരെ വലിയൊരു അപകടത്തിലാണ്. സാധാരണ ഒരു അണക്കെട്ടിൻ്റെ ആയുസ് നടന്നത് 65 വർഷമാണ്. കഴിഞ്ഞ ഒക്ടോബർ 10-ന് ഇത് 129 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 129 വർഷമായിട്ട് തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിലെ ജലം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കുമളി എന്ന പ്രദേശത്തുള്ള ഒരു മലയിലെ 106.5 അടി ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തുരങ്കത്തിൽ കൂടിയാണ്. ഏകദേശം 12 വർഷത്തോളം എടുത്താണ് അന്ന് ഈ തുരങ്കം നിർമ്മിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലം ഒരു തുള്ളി പോലും കേരളം ജലസേചനത്തിനോ വൈദ്യുതിക്കോ ഉപയോഗിക്കുന്നില്ല. നമസ്കാരം. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ വലിയൊരു ജലബോംബിന് കീഴെ ജനങ്ങൾ ഭീതിയോടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയാകുന്നു. മുല്ലപ്പെരിയാറിൽ ഒരു ടണൽ നിർമ്മിച്ച് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടൊരു സമരം നടക്കുന്നിടത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അവർ പറയട്ടെ. നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്താ? എൻ്റെ പേര് രമേശ് രവി. ഈ സമരസമിതിയുടെ പ്രസിഡന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സമരം? നമ്മുടെ കേരളത്തിലെ 6 ജില്ലകളിലെ 1.5 കോടിയോളം ജനങ്ങളുടെ ജീവൻ വളരെ വലിയൊരു അപകടത്തിലാണ്. ഇപ്പോൾ 2006 ചപ്പാത്തിൽ സമരം ആരംഭിച്ചു. അത് 6 വർഷത്തോളം നീണ്ടുപോയി. അതിനുശേഷം മുല്ലപ്പെരിയാർ എന്നുള്ള വിഷയത്തിൻ്റെ അപകട ഭീഷണി ഇതുവരെ ഒഴിവായിട്ടില്ല. അത് 2018 പ്രളയത്തിൽ നിന്ന് കൂടുതൽ വ്യക്തമായതാണ്. നമ്മളുടെ എറണാകുളം ജില്ല ഇത് മുഴുവനായും അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യതയും ബാക്കിയുള്ള പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ, ഇടുക്കി തുടങ്ങിയ ജില്ലകളെല്ലാം പകുതിയോളം ഭാഗങ്ങളും അപകടത്തിന് താഴെ വരുന്ന പ്രദേശങ്ങളുമാണ് എന്നുള്ളതിൽ വളരെയധികം ഏജൻസികൾ പഠനങ്ങൾ നടത്തി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മളുടെ സാധാരണക്കാരൻ്റെ ഒരു യുക്തി കൊണ്ട് ചിന്തിച്ചാൽ പോലും ഈ 1885 നിർമ്മിച്ചിട്ട് ഇപ്പോൾ സാധാരണ ഒരു അണക്കെട്ടിൻ്റെ ആയുസ് നടന്നത് 65 വർഷമാണ്. കഴിഞ്ഞ ഒക്ടോബർ 10-ന് ഇത് 129 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 1978 വളരെ വലിയ ലീക്ക് കണ്ടിട്ട് 79 തുടങ്ങി സെൻട്രൽ വാട്ടർ കമ്മീഷൻ ബലപ്പെടുത്തൽ നടത്തിയാണ്. 79 തുടങ്ങി 92 വരെ. ഈ ബലപ്പെടുത്തൽ ആരംഭിച്ചപ്പോൾ തന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ആദ്യം ചെയ്തത് 150 അടി ഉണ്ടായിരുന്ന ജലനിരപ്പ് 136 അടിയാക്കി കുറയ്ക്കുകയാണ് ചെയ്തത്. അത് ജനങ്ങൾക്ക് അപകടമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. ഒരു ഡാമിനെ പാർഷ്യൽ ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ചെയ്തത്. അതിനുശേഷം സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇതിൽ നിന്ന് പിൻവാങ്ങിയത് 136 അടിയിൽ തന്നെ നിർത്തിയത് ശേഷമാണ്. കാരണം പിന്നീട് ജലനിരപ്പ് ഉയർത്തണ്ട എന്ന് പറഞ്ഞ ശേഷവും. പക്ഷേ തമിഴ്നാട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും കേരളത്തിൻ്റെ വാദങ്ങൾ ദുർബലമായി വന്നപ്പോൾ സുപ്രീം കോടതി വീണ്ടും തമിഴ്നാടിന് അനുകൂലമായിട്ട് വിധി പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2006 152 അടിയായിട്ട് ജലനിരപ്പ് ഉയർത്താനായിട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നു. അങ്ങനെ 2006 ആദ്യമായിട്ട് മുല്ലപ്പെരിയാർ സമരം ചപ്പാത്തിൽ ആരംഭിച്ചത്. പിന്നീട് അതെ 2014 മെയ്യിലെ വിധിയിലാണ് രണ്ടും തമിഴ്നാടിന് അനുകൂലം തന്നെയാണ്. കേരളം 136 അടിയാക്കണമെന്ന് വാദിക്കുകയും ചെയ്തു. തമിഴ്നാട് 152 അടിയിലേക്ക് എത്തിക്കണമെന്ന് വാദിക്കുകയും ചെയ്തു. അപ്പോൾ 2006 152 അടിയാക്കി ജലനിരപ്പ് ഉയർത്തുക എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. അതിനുശേഷം പിന്നീട് വന്ന വിധി 2014 മെയ് 7 142 അടിയാക്കി ജലനിരപ്പ് നിർത്തുക എന്ന് പറഞ്ഞിട്ട് തമിഴ്നാടിന് അനുകൂലമായിട്ടാണ് വിധി വന്നത്. പക്ഷേ ആ വിധിയിൽ ഒരു ബദൽ നിർദ്ദേശമായിട്ട് സുപ്രീം കോടതി ഒരു പുതിയ തുരങ്കം എന്നുള്ള ആശയം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പുതിയ തുരങ്കം എന്നുള്ള ആശയം ഒരു പുതിയ ആശയമല്ല, ശരിക്കും പഴയ ആശയമാണ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു ആശയമാണ്. കാരണം 129 വർഷമായിട്ട് തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിലെ ജലം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിലുള്ള കുമളി എന്ന പ്രദേശത്തുള്ള ഒരു മലയിലെ 106.5 അടി ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തുരങ്കത്തിൽ കൂടിയാണ്. ഈ തുരങ്കം നിർമ്മിച്ചതും മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച അതേ ബ്രിട്ടീഷ് എഞ്ചിനീയറായിട്ടുള്ള ജോൺ പെന്നിക്വിക്കാണ് ഈ തുരങ്കവും നിർമ്മിച്ചത്. അന്ന് ആധുനിക സാങ്കേതിക വിദ്യകൾ വികാസം പ്രാപിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് 1.6 കിലോമീറ്റർ ദൂരത്തിൽ ഏകദേശം 12 വർഷത്തോളം എടുത്താണ് അന്ന് ഈ തുരങ്കം നിർമ്മിച്ചത്. കാരണം ഡാം ഏകദേശം 10 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി. തുരങ്കം പിന്നീട് ഏകദേശം 2 വർഷം കൂടി എടുത്തിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലം ഒരു തുള്ളി പോലും കേരളം ജലസേചനത്തിനോ വൈദ്യുതിക്കോ ഉപയോഗിക്കുന്നില്ല. ഈ അണക്കെട്ടിലെ ജലം അനിയന്ത്രിതമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ മാത്രം 136 അടിയിലുള്ള ഷട്ടറുകൾ തുറന്ന് കേരളത്തിലേക്ക് ജലം ഒഴുക്കി ഇതിനെ നിയന്ത്രണ വിധേയമാക്കി നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കേരളം ഒരു തുള്ളി ജലം പോലും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിനും തമിഴ്നാടിനും ഇടയ്ക്കുള്ള കുമളി എന്ന പ്രദേശത്തുള്ള മലയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന തുരങ്കത്തിലൂടെ ഈ ജലം തമിഴ്നാട്ടിലേക്ക് 129 വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 106.5 അടി വരെയുള്ള ജലം നിലവിൽ കേരളത്തിനോ തമിഴ്നാടിനോ ഉപയോഗിക്കാൻ സാധിക്കാതെ ഈ തുരങ്കത്തിൻ്റെ മൗത്ത് വരെയുള്ള ജലം അവിടെ ഡെഡ് സ്റ്റോറേജായിട്ട് കെട്ടിക്കിടക്കണം. അതിനെയാണ് തേക്കടി തടാകം എന്ന് പറയുന്നത്. കേരളത്തിന് ഈ വെള്ളം കൊണ്ട് നിലവിൽ ഒരു ഉപയോഗവുമില്ല. ആകെയുള്ള ഉപയോഗം തേക്കടി തടാകത്തിലെ ടൂറിസ്റ്റ് മാഫിയ ബോട്ടിങ് നടത്താനായിട്ട് മാത്രം ഉപയോഗിക്കുക എന്ന് മാത്രമുള്ള ഈ വെള്ളം കൊണ്ടുള്ള ആകെയുള്ള ഉപയോഗം. ഈ പുതിയ ടണൽ നിർമ്മിച്ചാൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും?
ആർക്കാണ്? ഈ തേക്കടിയിൽ അത് സ്വാഭാവികമായിട്ടും പുതിയ ടണൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിലവിലുള്ള ടണൽ 106 പുതിയ ടണൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ഒരു ഡാം അപകടത്തിലായാൽ നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് US വരെ 1000-ഓളം ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ മാത്രം ഡീകമ്മീഷൻ എന്നുള്ളൊരു ആവശ്യം ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷേ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഡീകമ്മീഷൻ ചെയ്യാനുള്ള ആകെ ഒരു വഴി പുതിയ തുരങ്കം നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ജലം പുറത്തേക്ക് പോകാനായിട്ട് 2 വഴികളേ ഉള്ളൂ. ഒന്ന് 136 അടിയിലുള്ള ഷട്ടറുകൾ. ആ ഷട്ടറുകൾക്ക് അപ്പോൾ 136 അടിയിൽ ജലം തുറന്നു വിട്ടാൽ കേരളത്തിലേക്ക് ജലം വരും. അത് നിയന്ത്രിക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെയുള്ള ഒരു ഔട്ട്ലെറ്റിലുള്ളത് തമിഴ്നാട്ടിലേക്ക് ജലം പോകുന്ന തുരങ്കം 106.5 അടിയിലുള്ള തുരങ്കം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 106.5 അടിയിലെത്തിയ ജലം തമിഴ്നാട്ടിലേക്ക് ഒഴുകി തുടങ്ങും. 106.5 അടിയിൽ താഴെ ജലം താഴ്ത്തണമെങ്കിൽ നിലവിൽ ഒരു മാർഗവും നിലവില്ല. എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലം കുറച്ച് മുല്ലപ്പെരിയാർ ഡാമിനെ ഡീകമ്മീഷൻ ചെയ്ത് അപകടരഹിതമായിട്ട് നിർത്തണമെങ്കിൽ 2014 മേയിൽ സുപ്രീം കോടതി നിർദ്ദേശമായി മുന്നോട്ട് വെച്ചിട്ടുള്ള പുതിയ തുരങ്കം മാത്രമാണ് നിലവിലുള്ള ഏക മാർഗ്ഗം. എന്ന് പറഞ്ഞാൽ തേക്കടി തടാകത്തിൻ്റെ റിസോർട്ടിൻ്റെ അടിത്തട്ടിൽ 50 അടി ഉയരത്തിൽ ഒരു പുതിയ തുരങ്കം നിർമ്മിക്കുക എന്നുള്ളതാണ്. നിലവിൽ ഈ 106.5 അടിയിലുള്ള തുരങ്കത്തിൻ്റെ പോയിന്റ് വരെ ജലം എത്തിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 109 അടിയൊക്കെ തന്നെ താഴ്ന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബോട്ടിങ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 50 അടിയിലൊരു തുരങ്കം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഊഹിക്കാം ജലനിരപ്പ് താഴും എന്നുള്ളതും നമ്മുടെ കേരളത്തിലെ 6 ജില്ലകളിൽ 1.5 കോടിയോളം ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാവും എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ബോട്ടിങ് ഇല്ലാതെയാവും. ബോട്ടിംഗ് ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിസോർട്ട് ലോബിയുള്ള വരുമാനം മുഴുവനായിട്ടൊന്നും ഇല്ലാതായില്ല, അവിടുത്തെ ബോട്ടിംഗ് ഇല്ലാതെയാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ റിസോർട്ട് ലോബികളുടെ വരുമാനമാണോ 6 ജില്ലകളിലെ 1.5 കോടിയോളം ജനങ്ങളുടെ ജീവനാണോ വലുതെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, കേരളത്തിലെ 1.5 കോടിയോളം ജനങ്ങളുടെ ജീവനാണ്. കഴിഞ്ഞ 10 വർഷമാണ് 2014 മെയ് 7 ഈ ഒരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടും കേരളത്തിലെ തേക്കടി ഈ കുമളി ഭാഗങ്ങളിലെ റിസോർട്ട് ലോബികളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാരും ചേർന്നിട്ട് ഈ ഒരു സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശം ജനങ്ങളിലേക്ക് എത്താതെ തടയുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നിർദ്ദേശം നമ്മുടെ മുന്നിലുണ്ടായിട്ടും ഈ ഒരു നിർദ്ദേശത്തിൻ്റെ കൂടെ ജനങ്ങൾ സംഘടിക്കാതിരിക്കുന്നത് ഈ നിർദ്ദേശത്തെക്കുറിച്ച് പ്രാക്ടിക്കലായിട്ട് കേരളത്തിൽ 99% ജനങ്ങൾക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ സമരം ഒരു ബോധവൽക്കരണമാണ്. ഈ സമരത്തിലൂടെ ഞങ്ങളിവിടെയുള്ള ജനങ്ങളെയും ജനപ്രതികളെയും എല്ലാം ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. 300 ദിവസം കഴിയുന്നു. അതെ, ഇന്ന് 303-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലായത് കേരളത്തിലെ MLA-മാർക്കും MP-മാർക്കും പോലും ഈ ഒരു സുപ്രീം കോടതി നിർദ്ദേശവും ഇങ്ങനെയൊരു തുരങ്കം എന്നുള്ള ആശയവും ഉണ്ടെന്നുള്ളതും അറിയില്ല. അത്തരത്തിലേ ഈ സുപ്രീം കോടതി ഇട്ട ഒരു ഓർഡർ നടപ്പിലാക്കാൻ വരുന്നത് കോടതി ലക്ഷ്യമായിട്ട് മാറും. സുപ്രീം കോടതി 151-ാമത്തെ പേജ് 2014 മെയ്യിൽ വിധിയിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് കേരള തമിഴ്നാട് ഗവൺമെൻറ്റുകൾ സംയുക്തമായി ചർച്ച ചെയ്ത് ഈ ആശയം നടപ്പാക്കുക, 1 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടപ്പാക്കുക. തമിഴ്നാട് ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. അതിന് പകരം മുൻകൈ എടുക്കേണ്ടത് ഗവൺമെൻറ്റുകൾ തമ്മിലാണ്. അതെ അതെ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ചെയ്യുന്നത് ഈ ജനങ്ങളെ ബോധവൽക്കരിക്കുക, ജനപ്രതികളെ ബോധവൽക്കരിക്കുക. ഇതിലൂടെ ഈ ഒരു ആശയം സാധാരണക്കാരിലൂടെ ഗവൺമെൻറ് തലത്തിലേക്ക് എത്തിക്കുക. 300 ദിവസം കഴിയുന്നു. അതെ. അപ്പോൾ അത്രയ്ക്ക് ബോധമില്ലാത്തവരാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും ഗവൺമെൻറ്റും. ഈ 300 ദിവസമായി ഈ സമരം സത്യത്തിൽ ഇവിടെയുള്ള നമ്മളിപ്പോൾ പ്രാദേശികമായിട്ടുള്ള വൈപ്പിൻകരയിലാണ് ഇപ്പോൾ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. വള്ളക്കടവിൽ ഒരു ദുരന്തം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത് അവസാനിക്കുന്നത് വൈപ്പിനാണ്, പിന്നെയുള്ളത് അറബിക്കടലാണ്. അപ്പോൾ ഈ എൻഡിങ് പോയിന്റിലാണ് നമ്മളിപ്പോൾ ഈ സമരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വൈപ്പിൻകര എന്ന് പറഞ്ഞ ഒരു സാധാരണ സ്ഥലമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു ദ്വീപ് കൂടിയാണ്. അപ്പോൾ ഇത്രയും 3 ലക്ഷത്തിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഈ സമരം ചെയ്യുന്നതിന് വളരെ പ്രാധാന്യമാണ്. പക്ഷേ ചെറിയ മഴ പെയ്താൽ പോലും ഇവിടെ വെള്ളം പൊങ്ങി വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കടലാക്രമണ ഭീഷണി വളരെയധികം കൂടുതലാണ്. പിന്നെ 2018 പ്രളയ സമയത്ത് വൈപ്പിൻ്റെ ഏകദേശം പകുതി തൊട്ട് നായരമ്പലം തുടങ്ങി വടക്കോട്ടുള്ള പ്രദേശങ്ങൾ, ഗോതുരുത്ത്, പറവൂർ മേഖലകളൊക്കെ വെള്ളത്തിൽ മുങ്ങിയതാണ്. അന്ന് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ 13 ഷട്ടറുകളോളം തുറന്നിരുന്നു. ഇടുക്കിയുടെ ഒരു ഷട്ടർ 1 മീറ്റർ 10 സെൻറ്റിമീറ്റർ തുറന്നിരുന്നു. മറ്റ് അണക്കെട്ടുകളിലേക്ക് ഷട്ടർ തുറന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പ്രളയത്തിൻ്റെ വെള്ളം ഇവിടെ ഒഴുകിയെത്തിയപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഈ 150 കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ ദൂരമല്ല, അതൊരു ചെറിയ ദൂരമാണ്. ഡാമിലെ വെള്ളം തന്നെയാണ് ഇവിടെ ഒഴുകിയെത്തുന്നത് പറയാൻ പറ്റും. കാരണം മുല്ലപ്പെരിയാർ ഡാമിലെ 13 ഷട്ടറുകൾ തുറന്നു, അതിനോടനുബന്ധിച്ച് ഇടുക്കിയിലെ ഷട്ടറും തുറന്നു. ഈ കാരണം മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു അപകടം ഒറ്റയടിക്ക് വെള്ളം വരും. ഇതിൻ്റെ ഇടയ്ക്ക് എത്രയോ ചെറു ഡാമുകളുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും പിന്നെയുള്ള അടുത്ത ഡാം ഇടുക്കി ഡാമാണ്. മുല്ലപ്പെരിയാർ ഡാമിലെ മുല്ലപ്പെരിയാർ ഡാമിന് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള ചില പഠനങ്ങളനുസരിച്ച് പറയുന്നത് ഏകദേശം ഒരു 45 മിനിറ്റ് കൊണ്ട് 50 അടി ഉയരത്തിൽ ജലം ഇടുക്കി അണക്കെട്ടിൽ എത്തിച്ചേരുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിന് ഇടുക്കിയുടെയും ഇടയിലുള്ള മ്ലാമല, ചപ്പാത്ത്, വണ്ടിപ്പെരിയാർ, അയ്യപ്പൻ കാവ്,
ഉപ്പുതറ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാതെ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. പോരും, കാരണം അവർക്ക് ഒഴിഞ്ഞു മാറാനുള്ള സമയം പോലും കിട്ടില്ല. ഇടുക്കി അണക്കെട്ട് ഇത് താങ്ങിയില്ലെങ്കിൽ പിന്നീട് സംഭവിക്കുന്ന ദുരന്തമാണ് പ്രവചനാതീതം. കാരണം മുല്ലപ്പെരിയാർ ഡാമിൽ ഏകദേശം 10 TMC വെള്ളമാണുള്ളത്. ഇടുക്കി അണക്കെട്ടിൽ 70 TMC വെള്ളമാണുള്ളത്. മുല്ലപ്പെരിയാർ ഡാമിലെ 10 TMC വെള്ളം നേരെ ഇടുക്കിയിൽ വന്നാൽ 80 TMC വെള്ളമാണ്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കിയിലെ അണക്കെട്ട് തകർന്നു കഴിഞ്ഞാൽ ഇതിന് താഴെയുള്ളതെല്ലാം ചെറിയ ചെറിയ അണക്കെട്ടുകളായതുകൊണ്ട് ഇതെല്ലാം അല്ലേ ചെറുതോണി കുളമാവെല്ലാം ഇടുക്കി അണക്കെട്ടിൻ്റെ ഭാഗം തന്നെയാണ്. 3 അണക്കെട്ടുകളിൽ ചേർന്നാണ് ഇടുക്കി അണക്കെട്ട്. അപ്പോൾ ഇടുക്കി അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ താഴെയുള്ള പല അണക്കെട്ടുകളും ഈ വെള്ളം ഒരിക്കലും താങ്ങുകയില്ല, അതെല്ലാം തകരുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കേരളമല്ല ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിപത്തായി ഇത് മാറും. കാരണം 6 ജലബോംബാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഇതുവരെ നമ്മുടെ അധികാരികൾക്കില്ലേ? ജലബോംബാണ് എന്ന് അധികാരികൾ തിരിച്ചറിഞ്ഞത്. പക്ഷേ വർഷങ്ങളായിട്ട് മുല്ലപ്പെരിയാർ ഡാം എന്നുള്ള കാര്യം പല രാഷ്ട്രീയ പാർട്ടികളും പല സ്വാർത്ഥ ശക്തികളും അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. കുറേ ആളുകൾ ഇത് പരിഹാരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മുല്ലപ്പെരിയാർ എന്തൊക്കെ മിശ്രിതം വെച്ചാൽ നിർമ്മിച്ചിരിക്കുന്നത്? മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് സുർക്കി എന്ന് പറഞ്ഞ മിശ്രിതം വെച്ചിട്ടാണ്. ചുണ്ണാമ്പും ശർക്കരയും ചേർന്നിട്ടുള്ള സുർക്കി എന്ന മിശ്രിതവും കരിങ്കല്ലും കൂടി ചേർത്തിട്ട് ആണ് മുല്ലപ്പെരിയാർ ഡാം 1895 ജോൺ പെന്നിക്യൂക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിൻ്റെ ഉറപ്പ്. ഒരു പക്ഷേ അന്നത്തെ കാലത്തെ ടെക്നോളജിയിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ നിർമ്മിച്ചത് കൊണ്ടായിരിക്കാം ഇത് ഇത്രയും നാൾ അപകടമില്ലായി നിന്നത്. പിന്നെ കുറേ ജനങ്ങളുടെ ഭാഗ്യം. പിന്നെ ഇതിനിടയിൽ തമിഴ്നാട് നടത്തിയ ബലപ്പെടുത്തലുമുണ്ട്. പക്ഷേ ബലപ്പെടുത്തൽ ഒരിക്കലും ഇത് തകരാതിരിക്കാനുള്ളൊരു കാരണമാവില്ല. കാരണം അത് താൽക്കാലികമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ 136ലേക്ക് താഴ്ത്തിയത്. നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു, ഒരാളിങ്ങനെ പോയിട്ട് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ മാന്തി എടുക്കുന്നത്. അതെ അടർന്നു വീഴുന്ന അതെ ഗുരുതരമായ ഒരു വീഡിയോ. സത്യമെന്ന് അറിയില്ല, എങ്കിൽ പോലും അയാൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇതാണ് ഇതിന്റെ അവസ്ഥ. അതെ കൈവച്ച് തട്ടുമ്പോൾ ഇളകി പോകുന്നത് ഈ ഇത്ര ശക്തമായ വെള്ളം വരുമ്പോൾ ഇത് പൊളിഞ്ഞു പോകില്ല. ഇതിൻ്റെ ഒരു സൈഡിൽ ബലപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്, മറു സൈഡിൽ വെള്ളത്തിൻ്റെ ഭാഗം ആ ഭാഗം തമിഴ്നാട് കേരളത്തിലെ ആളുകളെ ഇതുവരെ പരിശോധിക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പത്രവാർത്തയിൽ നിന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തണം, കേരളത്തിന് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഇത് കൊടുക്കണമെന്നുള്ളത്. ഇന്നലത്തെ പത്രത്തിൽ ഇന്ന് രാവിലത്തെ പത്രത്തിൽ ഈ നിർദ്ദേശമായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ബലപ്പെടുത്തലുകൾ നടത്തിയാൽ മതിയെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഇതിൻ്റെ ജലത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഭാഗങ്ങളിൽ എത്രത്തോളം സുർക്കി പോയിട്ടുണ്ട്, എത്രത്തോളം കല്ലുകളും പ്ലാസ്റ്ററും കടന്നു പോയിട്ടുണ്ടെന്നുള്ളതെല്ലാം പഠനവിധേയമാക്കണം. അത് ജലത്തിൻ്റെ അടിയിൽ റോബോട്ടിക് ക്യാമറ വെച്ച് പഠിക്കണം എന്നുള്ള രീതിയിലൊരു നിർദ്ദേശം സുപ്രീം കോടതി വെച്ച് കഴിഞ്ഞു. ഇനി ബലപ്പെടുത്തലിന് ചെയ്യണേക്ക് മുമ്പ് ഇപ്പുറത്തെ സൈഡിൽ വെള്ളം വരാത്ത സൈഡിലാണ് തമിഴ്നാട് ഓൾറെഡി കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തലും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത്. കേബിൾ ആങ്കറിങ്ങും കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കുന്നതിലും അപ്പുറമാണ്. ഇത് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ് ഈ വലിയ അപകടം വരാൻ സാധ്യതയുണ്ട്. അതെ പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജീവന് യാതൊരു വിലയില്ല എന്നുള്ളതാണ്. കാരണം ജനങ്ങളുടെ ഏറ്റവും വലിയ അവകാശമാണ് ജീവിക്കുവാനുള്ള അവകാശം, അവരുടെ ജീവൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള അവകാശം. ഈ ഒരു കാര്യത്തിൽ ഇവിടെയുള്ള 6 ജില്ലകളിലെ ജനങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് ഭരണാധികാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇതിനു മുമ്പ് പല ഡാം അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ദുരന്തം ചൈനയിൽ ഉണ്ടായിട്ടുള്ള 1975 ബാൻജിയാവോ അണക്കെട്ട് ദുരന്തമാണ്. 2023 ലിബിയയിലുണ്ടായി. ഇതെല്ലാം ഇതിന് സമാനമായ രീതിയിലുള്ള അണക്കെട്ട് ദുരന്തങ്ങളാണ്. ഡാം തകർന്ന് നിരവധി ആളുകൾ മരിച്ചു. അതെ പിന്നെ US ഈ അടുത്ത് കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ വെള്ളപ്പൊക്കം, അത്രയും വലിയ വികസിത രാജ്യമായിട്ട് പോലും അവർക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ നമ്മളുടെ മുൻപിൽ വഴികാട്ടികളായിട്ട് നിന്നിട്ടും നമ്മുടെ ഗവൺമെൻറ് ഇതിനു വേണ്ടിയുള്ള യാതൊരു മുൻകരുതലും എടുക്കണില്ല എന്നുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലുള്ള കാര്യമാണ്. കാരണം നിങ്ങളെപ്പോലെ കുറച്ച് ആളുകൾ ഇവിടെ കൂടി ഇത്തരത്തിലൊരു സമരം സൃഷ്ടിക്കുമ്പോൾ കേരളത്തിലൊരു ഗവൺമെൻറ് ഭരിക്കുന്നുണ്ട്, ഇപ്പോൾ തുടർച്ചയായിട്ട് 2ാം തവണയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്കെതിരെ സമരത്തിന് വേണ്ടിയുള്ള ഒരു സമരമാണ് എന്നുള്ള രീതിയിൽ ഒരു ആരോപണം വരുന്നുണ്ടല്ലോ. ഒരിക്കലുമല്ല, ഇത് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. കാരണം ഞാൻ അടക്കം നമ്മളെ ഈ സമര കമ്മിറ്റിയിലുള്ള ജനങ്ങളടക്കം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്ത്, കാരണം നമ്മൾക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഇതുവരെ മുന്നോട്ട് പോയിരിക്കുന്നത് നമ്മളുടെ ഭാഗ്യം കൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇനിയും ചിലപ്പോൾ 2-3 വർഷം കൂടി ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഭാഗ്യം എന്നുള്ളത് കൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്ത് അതിശക്തമായിട്ടുള്ള മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് കവിഞ്ഞൊഴുകുവാനുള്ള ഒരു സാധ്യത വന്നു കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ
മാറ്റങ്ങളനുസരിച്ച് മേഘവിസ്ഫോടനങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ അല്ല സമയത്ത് ഒരു അതിശക്തമായ മഴ പെയ്ത് കവിഞ്ഞൊഴുകിയാൽ ഇത് തകരാനുള്ള സാധ്യത. കാരണം ഇതൊരു ഗ്രാവിറ്റി അണക്കെട്ടാണ്. ഗ്രാവിറ്റി അണക്കെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കൊണ്ടാണ് ജലത്തിനെ തടഞ്ഞു നിർത്തുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഗ്രാവിറ്റി അണക്കെട്ട് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് ഭൂഗുരുത്വാകർഷണ ബലം അതിന് ആക്ട് ചെയ്യപ്പെടാതെ വെയിറ്റ് ബാധിക്കാതിരിക്കുക, അത് തകർന്നു പോകാനുള്ള സാധ്യതയും വളരെയേറെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ജലനിരപ്പ് കുറച്ച് ജലം കുറച്ച് നിർത്തി ഡീകമ്മീഷനാക്കി അപകടരഹിതമാക്കി നിർത്തുക എന്നുള്ള അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഡീകമ്മീഷനായിട്ട് നിർത്തണമെങ്കിൽ ഇതിൽ മുല്ലപ്പെരിയാർ ഡാം ലോകത്തിലുള്ള എല്ലാ ഡാമുകളിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു പ്രത്യേകതരം ഡാമാണ്. കാരണം മുല്ലപ്പെരിയാർ ഡാം ഒരു ഡൈവർഷൻ ഡാമാണ്. തമിഴ്നാട്ടിലേക്ക് ജലം തിരിച്ചുവിടുക എന്നുള്ളതാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉദ്ദേശം. അപ്പോൾ സ്വാഭാവികമായിട്ടും മുല്ലപ്പെരിയാർ ഡാമിൽ തമിഴ്നാട്ടിലേക്ക് ജലം തിരിച്ചുവിടാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തുരങ്കം 106.5 അടിയിലാണ്. നിലവിൽ ഈ തുരങ്കമാണ് ഏറ്റവും അടിയിലുള്ള ഔട്ട്ലെറ്റ്. എന്ന് പറഞ്ഞാൽ 106.5 അടി വരെയുള്ള വെള്ളം ഉയർന്നെത്തിയാൽ മാത്രമേ തമിഴ്നാട്ടിലേക്ക് ഒഴുകി തുടങ്ങുള്ളൂ. അപ്പോൾ 106.5 അടി വരെയുള്ള വെള്ളം കേരളത്തിനോ തമിഴ്നാടിനോ ഉപയോഗിക്കാൻ കഴിയാതെ തേക്കടി തടാകത്തിൽ ഡെഡ് സ്റ്റോറേജ് ആയിട്ട് കെട്ടിക്കിടക്കാൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 106.5 അടിയിൽ നിന്ന് ജലം താഴ്ത്താൽ മാത്രമേ ഡീകമ്മീഷൻ ആകൂ. തേക്കടി തടാകം ഇല്ലാതാവും. ഈ ഒഴുക്ക് നിന്ന് പോയല്ല, പുതിയൊരു തുരങ്കം വന്നു കഴിഞ്ഞാൽ അത് തേക്കടി തടാകത്തിൻ്റെ അടിത്തട്ടിന് 50 അടി ഉയരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 50 അടി ഒരു തുരങ്കം സ്ഥാപിച്ചു കഴിഞ്ഞാൽ 50 മുതൽ 106.5 അടി വരെയുള്ള ഡെഡ് സ്റ്റോറേജ് ആയിട്ടുള്ള വെള്ളം ലൈവ് സ്റ്റോറേജ് ആയിട്ട് മാറും. അതെ, തമിഴ്നാടിന് ഉപയോഗിക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് ജലനിരപ്പ് കുറയും എന്നുള്ളതാണ്. തേക്കടി തടാകം ഇല്ലാതെ ആവില്ല. കാരണം ഈ ജലം തേക്കടി തടാകത്തിൽ വന്ന് സംഭരിക്കപ്പെട്ടിട്ട് അവിടെ നിന്ന് തുരങ്കം വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്നു. തേക്കടി തടാകത്തിന് ജലനിരപ്പ് താഴുമെന്ന് മാത്രമേ സംഭവിക്കുകയുള്ളൂ. തേക്കടി തടാകം അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളിവിടെ ഒരു മോഡൽ വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ടണൽ നിർമ്മിച്ചാൽ തീർച്ചയായിട്ടും ഇത് ആരുടെ ഐഡിയ? ഇത് 2014 മെയ്യിൽ സുപ്രീം കോടതി നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം. ഞങ്ങളത് എങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്കൊരു വിഷ്വലായിട്ടുള്ളൊരു രൂപത്തിൽ എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മളിതിനെക്കുറിച്ച് പലതവണ ഈ പറഞ്ഞ തേക്കടിയിൽ പോയിരുന്നു, വള്ളക്കടവിൻ്റെ തൊട്ട് താഴെയുള്ള വള്ളക്കടവ് പോയിരുന്നു, മുല്ലപ്പെരിയാറിൻ്റെ തൊട്ട് താഴെയുള്ള ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ഇവിടെയൊക്കെ പോയിരുന്നു. പിന്നെ ഈ പറഞ്ഞ തേക്കടിയിൽ നിന്ന് കുറച്ച് 2-3 കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ മല ഇറങ്ങിക്കഴിഞ്ഞാൽ തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ നിന്ന് നോക്കിയാൽ ഏകദേശം 1500 അടി ഉയരത്തിലാണ് ഈ തേക്കടി തടാകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് വരുന്നത്. അത് ഏത് മനുഷ്യനും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതി പറഞ്ഞേക്കണ ഈ നമ്മുടെ നിർദ്ദേശം വളരെ പ്രാക്ടിക്കലാണ് എന്ന് ഏത് മനുഷ്യനും മനസ്സിലാവും. അപ്പോൾ ഇത്രയും പ്രാക്ടിക്കലായുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നിട്ടും ഇത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ജനങ്ങളിലേക്ക് നമ്മൾക്ക് എങ്ങനെ എത്തിക്കാം, ജനങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ളതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു ഗ്രാഫ് വരച്ചത്. കാരണം മുല്ലപ്പെരിയാർ ഡാമിന് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ 8 കിലോമീറ്റർ അകലെയാണ് ഈ തുരങ്കം. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഭിത്തിയിൽ നിന്ന് ഇത്ര അകലെയായതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിന് യാതൊരു അപകടവും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു തുരങ്കം നിർമ്മിക്കുന്നത്. നിർമ്മിക്കാൻ ഒരാൾ തയ്യാറായി വന്നാൽ എത്ര നാൾ കൊണ്ട് ഈ തുരങ്കം നിർമ്മിക്കാൻ പറ്റും? ഇന്നത്തെ ആധുനിക സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6 മാസം പോലും സമയം വേണ്ട. അതുപോലെ 12 വർഷം എടുത്തു എന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് അന്ന് സാങ്കേതിക വിദ്യകൾ വികാസം പ്രാപിക്കാഞ്ഞതുകൊണ്ട് കൈകൊണ്ട് അടിച്ചു പൊട്ടിച്ചും വെടിമരുന്ന് ഉപയോഗിച്ച് ചെറിയ സ്ഫോടനങ്ങളും നടത്തിയാണ് അന്ന് തുരങ്കം ജോൺ പെനിക്കിൻ്റെ കാലത്ത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാങ്കേതിക വികാസം പ്രാപിക്കാഞ്ഞതുകൊണ്ടാണ് അത്രയും ഉയരത്തിൽ നിർമ്മിച്ചത്. കാരണം ഏറ്റവും ഉയരത്തിൽ വരുമ്പോൾ വീതി കുറവായിരിക്കും. അപ്പോൾ സ്വയം താഴേക്ക് വരുമ്പോൾ ഏകദേശം 4 കിലോമീറ്റർ വീതിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ 4 കിലോമീറ്റർ ദൂരം എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. കാരണം ലോകത്തെ പല ഭാഗത്തും 100 കിലോമീറ്റർ 200 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കങ്ങൾ സമുദ്രത്തിനടിയിൽ പോലും നിർമ്മിച്ചു കഴിഞ്ഞു. ആധുനിക ബോറിംഗ് ടെക്നോളജികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് 6 മാസത്തിനുള്ളിൽ നിർമ്മിക്കാവുന്ന കാര്യമുള്ളൂ. കൊങ്കൺ റോയിലെ നിർമ്മിച്ചപ്പോൾ തന്നെ വളരെയധികം തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ശ്രീധരൻ സാർ പോലും ഈ ഒരു ആശയത്തിന് വളരെ പ്രാക്ടിക്കലാണെന്നുള്ളത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർമാരൊക്കെ കാണുമല്ലോ. അത്തരത്തിലൊരു എഞ്ചിനീയറെ നിങ്ങൾ സമീപിക്കുകയോ ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയോ? ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പറയുമ്പോൾ എത്രത്തോളം ആധികാരികത ജനങ്ങളിലേക്ക് എത്തും? അപ്പോൾ ഒരു എഞ്ചിനീയർ പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഡാമുകൾ നിർമ്മിച്ചിട്ടുള്ള ആളുകൾ, ടണലുകൾ നിർമ്മിച്ചിട്ടുള്ള ആളുകൾ, ഇതുമായി പ്രവർത്തിച്ചിട്ടുള്ള എത്ര പേര് നിങ്ങളുടെ സമരസമിതിയിൽ? ഇതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണം പറയാം. 2014 മെയ് 7 സുപ്രീം കോടതി വിധിയിൽ നിർദ്ദേശമായി 151-ാമത്തെ പേജിൽ ഈ ആശയം വന്നത് വെറുതെ വന്നതല്ല. ഇതിൻ്റെ മുന്നിൽ ഒരു വളരെയധികം പഠനങ്ങൾ നടത്തിയാണ്. ഏകദേശം 1.5 വർഷത്തോളം സുപ്രീം കോടതി നിയോഗിച്ച ഒരു 5-അംഗ ഉന്നതാധികാര സമിതി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ 2 സുപ്രീം കോടതി ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസും ഉണ്ട്. അതിലൊരാൾ KT തോമസ് കേരളത്തിൻ്റെത്, പിന്നെ AR ലക്ഷ്മണ തമിഴ്നാട്, പിന്നെ AS ആനന്ദ് ചീഫ് ജസ്റ്റിസ്, പിന്നെ 2 സുപ്രീം കോടതിയുടെ 2 സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ
വിദഗ്ധന്മാരായിട്ടുള്ള എഞ്ചിനീയർമാരുണ്ടായി. CD തട്ടൽ, DK മേത്ത, ഇത്രയും ആളുകളും പിന്നെ വേറെ കുറേ ഏജൻസികളും ചേർന്ന് അതെ 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 വേറെ ഏജൻസികളും ചേർന്ന് വിദഗ്ധമായിട്ട് അതെ 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 ആധികാരികമായി പഠിച്ചിട്ടുള്ളവർ നിങ്ങളുടെ സമരസമിതിയിലുണ്ടെന്നും പഠനം നടത്തിയ ശേഷമാണ് ഇത്തരത്തിലുള്ള ടണൽ വേണമെന്നുള്ള ആവശ്യത്തിലേക്ക് നിങ്ങൾ വന്നതെന്നും ജനങ്ങൾക്ക് മനസ്സിലാവും. അതെ അതെ. അപ്പോൾ ഇത് അങ്ങനെയുള്ള 2 എഞ്ചിനീയർമാരടക്കമുള്ള 5 അംഗ ഉന്നതാധികാര സമിതി ഏകദേശം 1.5 വർഷത്തോളം ഇതിനെക്കുറിച്ച് പഠിച്ച് 119 പേരുടെ റിപ്പോർട്ട് സുപ്രീം കോടതി സമർപ്പിച്ച ശേഷമാണ് ഈ ആശയം സുപ്രീം കോടതി 150 പേര് വിധിയിൽ നിർദ്ദേശമായിട്ട് ഉൾപ്പെടുത്തി. പിന്നെ ഇതിനേക്കാളെല്ലാം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമുണ്ട്. 2006 ചപ്പാത്തിൽ സമരം ആരംഭിച്ചത് പ്രൊഫസർ CP റോയ് സാറാണ്. അദ്ദേഹമായിരുന്നു അതിൻ്റെ ചെയർമാൻ 6 വർഷത്തോളം. റസൽ ജോയി അല്ല, പ്രൊഫസർ CP റോയ് സാർ. റസൽ ജോയി സാറ് യൂട്യൂബർ എന്നുള്ള രീതിയിൽ പിന്നെ ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ഇതിൻ്റെ അപകട ഭീഷണി പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, സൊല്യൂഷൻ അല്ല പറയണം, അപകട ഭീഷണി മാത്രം. ഇതിനുള്ള യഥാർത്ഥ സൊല്യൂഷനും ഈ കാര്യവും പുറത്തു കൊണ്ടുവന്നത് പ്രൊഫസർ CP റോയ് സാറാണ്. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെയാണ് ആ പുസ്തകം. 2006 ആദ്യമായി ചപ്പാത്തിൽ സമരം ആരംഭിച്ച അദ്ദേഹമാണ്. ഈ 6 വർഷത്തോളം സമരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല പരിഹാരമായിട്ടുള്ളത് പുതിയ തുരങ്കമാണെന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും പുതിയ ഡാം എന്നുള്ളത് വരും തലമുറക്ക് വരെ അപകടമാകുന്ന വലിയൊരു അപകടമായി മാറുന്നുള്ള തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം സമരസമിതിയുടെ മുന്നിൽ അന്ന് ഈ ആശയം അവതരിപ്പിച്ചു. പക്ഷേ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് തേക്കടി റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ലോബികളെല്ലാവരും കൂടി ചേർന്നിട്ട് അദ്ദേഹത്തെ ഈ സമരസമിതിയിൽ നിന്ന് ബുദ്ധിപൂർവ്വം പുറത്താക്കിയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം വെറുതെ ഇരുന്നില്ല. അദ്ദേഹം സെൻട്രൽ വാട്ടർ കമ്മീഷൻ വഴി ഈ ആശയം സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വെച്ചു. അങ്ങനെയാണ് സുപ്രീം കോടതി 5 അംഗ ഉന്നതാധികാര സമിതിയെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ മുന്നിൽ വെക്കുകയും ഈ റിപ്പോർട്ട് പഠിച്ച ശേഷം സുപ്രീം കോടതി വിധിയിൽ നിർദ്ദേശമായിട്ട് വരുന്നതിന് കാരണം അദ്ദേഹം നമ്മളുടെ സമരസമിതിയുടെ രക്ഷാധികാരി കൂടിയാണ്. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തെ നേരിട്ട് ഒരു പരിചയം ഉണ്ടായില്ല. ഞങ്ങൾ ഈ ഒരു ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും 4 വർഷത്തോളം ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തുകയും ചെയ്തതിൻ്റെ ഇടയിലാണ് ഈ ഒരു ആശയം സുപ്രീം കോടതി വഴി സെൻട്രൽ വാട്ടർ കമ്മീഷൻ വഴി മുന്നോട്ട് വെച്ചത് പ്രൊഫസർ CP റോയ് സാറാണെന്ന് തിരിച്ചറിഞ്ഞതും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുകയും അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമാണെന്ന് മനസ്സിലായി. കാരണം സുപ്രീം കോടതി പറഞ്ഞതും റോയ് സാറ് പറഞ്ഞതും കൂടാതെ നമ്മൾക്കിത് കണ്ട് ബോധ്യപ്പെടണമല്ലോ. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഏതൊരാൾക്കും ഈ പറഞ്ഞ ഡാം നമ്മൾക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അവിടുത്തെ ചെക്ക് പോസ്റ്റ് വരെ ഈ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തൊട്ട് താഴെയുള്ള വള്ളക്കടവിലെ ചെക്ക് പോസ്റ്റ് വരെ സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. എങ്കിലും അവിടെ കയറി പ്രവർത്തിക്കണം, അവിടെ നടക്കുന്ന സാധാരണക്കാരുള്ള കുറേ ആൾക്കാർ വള്ളക്കടവിൽ താഴെയുള്ളവരെയൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്നു. അത് പക്ഷേ എല്ലാവർക്കും പ്രവേശനമുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള നിർണായക സ്ഥലം എന്ന് പറഞ്ഞാൽ തേക്കടി തടാകത്തിൻ്റെ ബോട്ടിങ് നടക്കുന്ന സ്ഥലത്തേക്ക് കയറുമ്പോൾ ഷട്ടർ പോയിൻ്റ് എന്ന് പറഞ്ഞ പ്രദേശം. ആ ഷട്ടർ പോയിന്റിൽ നിന്നാണ് നിലവിലുള്ള 129 വർഷം പഴക്കമുള്ള തുരങ്കത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതവിടെ നിന്ന് 1.6 കിലോമീറ്റർ കഴിഞ്ഞിട്ട് തുറക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ഈ പ്രദേശങ്ങളെല്ലാം ഏതൊരാൾക്കും അവിടെ ചെന്ന് നോക്കിക്കാണാം. അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മലയിറങ്ങി 1500 അടി താഴെ നിന്ന് നോക്കുമ്പോൾ ഇത്രയും മുകളിൽ വെള്ളം കിടക്കുന്നത് അവിടെ നിന്ന് 4 പെൻസ്റ്റോക്ക് വഴി പോയി വെള്ളം താഴേക്ക് ഒഴുകി വരുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏതൊരു സാധാരണക്കാരും ഇത് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിലുള്ള ഓരോ ജനങ്ങളും ഈ പ്രദേശങ്ങൾ പോയി സന്ദർശിച്ച് ആദ്യം ഇത് മനസ്സിലാക്കുക. അതെ അതെ. കാരണം ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി അറിയണമെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തെക്കുറിച്ച് അപകട സാധ്യതയെക്കുറിച്ചും അതിന് കാരണമുള്ള ആ ഒരു രീതികളെക്കുറിച്ചും ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് ഏതൊരു സാധാരണക്കാരനും അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ടാങ്ക് നിർമ്മിച്ചിരുന്നു. ഈ ടാങ്ക് അപകടമാണ്. പക്ഷേ ആ ടാങ്കിൽ നിന്ന് ജലം പുറത്തേക്ക് പോകാനുള്ള ഔട്ട്ലെറ്റ് ഏറ്റവും മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 3/4 ഭാഗത്തോളം ജലം ടാങ്കിൽ വെറുതെ കിടക്കുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും. അപ്പോൾ അപകടത്തിൽ നിൽക്കുന്ന ഒരു ടാങ്കിൽ ഏറ്റവും മുകളിലല്ല പുറത്തേക്ക് ഔട്ട്ലെറ്റ് ജലം വെക്കേണ്ടത്. ആ ടാങ്കിലെ ജലം പരമാവധി കുറക്കണമെങ്കിൽ ആ പോയിന്റിലിരിക്കുന്ന ഔട്ട്ലെറ്റ് ഒന്ന് നടുക്കിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ പകുതി മുക്കാലും ജലം കുറയും. എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമായ തേക്കടി തടാകം മുകളിൽ നിന്ന് വീതി കൂടിയിട്ട് താഴേക്ക് കുറഞ്ഞു വരുന്നത്. ആ ഒരു രീതിയിലാണ് അതിൻ്റെ ജലം കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുകളിൽ നിന്നുള്ള ജലം എത്രത്തോളം കുറയുന്നു അത്രത്തോളം ഡാമിലെ ജലത്തിൻ്റെ അളവ് കുറയും. അതുകൊണ്ട് തന്നെ ഏകദേശം 100 അടി എത്തുമ്പോൾ തന്നെ ഡാമിൽ 30% ജലം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുതിയ തുരങ്കം എന്നുള്ളത് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള ഡീകമ്മീഷൻ കൂടിയാണ്. പക്ഷേ ഈ ഡീകമ്മീഷനിലൂടെ തമിഴ്നാട്ടിലേക്ക് കൂടുതൽ ജലം ഒഴുക്കിക്കൊണ്ടേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഒരു ടണൽ നിർമ്മിക്കുമ്പോൾ അതിന് അപകട സാധ്യതയും കൂടുതലല്ലേ? അപകട സാധ്യത എന്ന് പറഞ്ഞാൽ ഈ പുതിയ ഡാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ ഈ ടണൽ നിർമ്മിക്കാൻ പോകുന്നത്. അതെ അതെ. നിലവിലുള്ള ടണലിൽ നിന്നും താഴെയാണ് നമ്മൾ ഐഡിയ പറയുന്നത്. അതെ അതെ. ഇത്തരത്തിൽ ഈ തുരങ്കം ഉണ്ടാക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ടണൽ ഉണ്ടാക്കുമ്പോൾ അപകട സാധ്യത കൂടുതലല്ല? ഇല്ല. ഇതിൻ്റെ ടണലിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്
അപ്പുറത്തെ എൻഡിൽ നിന്നായിരിക്കും. അപ്പുറത്തെ എൻഡിൽ ഇപ്പോൾ കണക്ട് ചെയ്യാനുള്ള ആധുനിക സാങ്കേതികതകൾ, വളരെയധികം സാങ്കേതികതകൾ വന്നു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് ശ്രീധരൻ സാറ് തന്നെ നിലവിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അവസാനത്തെ പോയിന്റ് വരിക എന്ന് പറഞ്ഞാൽ ഈ ടണലിൻ്റെ എൻഡിങ് പോയിന്റിൽ ജലത്തിലേക്ക് തുറക്കുന്ന ഭാഗത്ത് മാത്രമാണ് ലാസ്റ്റ് ഒരു പ്രശ്നം വരുന്നത്. അത് കവർ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകൾ ആയിക്കഴിഞ്ഞു. ഇതൊരു വിഷയമേ അല്ല. ഇന്നത്തെ ആധുനിക കാലത്ത് ആധുനിക ബോറിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഈ ടണൽ നിർമ്മിച്ച് ജലത്തിലേക്ക് തുറക്കുന്ന രീതിയിൽ ടണൽ നിർമ്മിക്കുക എന്നുള്ളത് ഇന്നത്തെ ആധുനിക കാലത്ത് ഒരു വിഷയമേ അല്ല. പക്ഷേ ഒരു പുതിയ ഡാം എന്നുള്ളത് പഴയ ഡാമിൻ്റെ തൊട്ട് താഴെ 366 മീറ്റർ താഴത്താണ് ഒരു പുതിയ ഡാം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം ദുർബലമായിട്ടിരിക്കുന്ന ഡാമിൻ്റെ തൊട്ട് താഴെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൈലിംഗും തുടങ്ങുമ്പോൾ തന്നെ പഴയത് തകർന്നു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2014 26 തവണ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഡാം ഇതിനേക്കാൾ 60 അടി ഉയരം കൂടുതലായിരിക്കും, 600 അടി നീളം കൂടുതലായിരിക്കും. ഇതിൻ്റെ ഇരട്ടിയോടടുത്ത് വെള്ളം ഉൾക്കൊള്ളുന്നതായിരിക്കും പുതിയ ഡാം. അപ്പോൾ സ്വാഭാവികമായും 2 ലക്ഷം ട്രക്ക് മണ്ണും ചരലും കല്ലും എല്ലാം വേണ്ടി വരും. ഒരു വലിയ കൺസ്ട്രക്ഷൻ, ഏകദേശം 4000 കോടി ഒരു കൺസ്ട്രക്ഷൻ വേണ്ടി വരും. സ്വാഭാവികമായിട്ടും 3000 ഏക്കറോളം വനപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവും. അപ്പോൾ ഇത്രയും വനപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുമ്പോൾ അവിടുത്തെ മരങ്ങൾ വെട്ടി നിൽക്കാം. പിന്നെ ഇതിൽ അഴിമതി സാധ്യത വളരെയേറെയാണ്. അപ്പോൾ ഇത്രയും വലിയ അഴിമതി സാധ്യതയുള്ളൊരു, എന്നാൽ പോലും 50-60 വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് വീണ്ടും ഇതിനേക്കാളും വലിയ അപകടത്തിലാവുന്ന മറ്റൊരു വലിയ ജലബോംബായി മാറും. ഈ അപകടം ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് പറയുന്ന രീതിയിൽ പുതിയ ഡാം നിർമ്മിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കാലങ്ങളിലൂടെ പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ട് വരും. കാരണം ജോൺ പെന്നിക്കൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഒരു തടയണയെ നിർമ്മിക്കുകയുള്ളൂ. ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ രീതിയിൽ അങ്ങോട്ട് ജലം കൊണ്ടുപോകാനുള്ള ഒരു അപകടവും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകൾ വികാസം പ്രാപിച്ചിട്ടും പഴയ ടെക്നോളജികളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു സംശയവും വേണ്ട, അതിൽ സ്വാർത്ഥ ലാഭങ്ങളുണ്ട്, ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളുണ്ടാവും. ബന്ധപ്പെട്ട് നടന്ന കുറേ സമരങ്ങളുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരുപാട് സമരങ്ങൾ നടന്നു. ഈ സമരങ്ങളിലെല്ലാം ആവശ്യപ്പെട്ട പുതിയ ഡാം വേണമെന്നാണ്. അതെ, അത്തരത്തിലൊരു പുതിയ ഡാം നിർമ്മിക്കണമെങ്കിൽ എത്രത്തോളം സമയമെടുക്കും? ഇങ്ങനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴുക്കിക്കളയേണ്ടി വരും. ഈ ഒഴുക്കിക്കളയുമ്പോഴുള്ള പ്രശ്നം അവിടെ പ്രളയം ഉണ്ടാവും. നമുക്ക് അവിടെ മീൻസ് കേരളത്തിൽ ഈ വെള്ളം ഇവിടേക്കല്ലേ ഒഴുക്കാൻ ചെറു ഡാമുകളിലേക്ക് ഒഴുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രളയം, തമിഴ്നാട്ടിലുണ്ടാകുന്ന വരൾച്ച അവിടുത്തെ കൃഷിയെ ബാധിക്കും, ജനങ്ങളെ ബാധിക്കും, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കും, നമ്മളെയും ബാധിക്കും. ഇത് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കില്ല. ഈ നിലവിൽ ശരിക്കും മുല്ലപ്പെരിയാർ ഡാമിലെ ജലം കുറക്കണമെങ്കിൽ ആകെ ഒരു മാർഗമെന്ന് പറഞ്ഞാൽ, കാരണം മുല്ലപ്പെരിയാർ ഡാമിൽ ജലം പുറത്തേക്ക് പോകാനായിട്ട് 136 അടിയിലുള്ള ഷട്ടറുകളും പിന്നെ അതിന് താഴെയുള്ള 106.5 അടിയുള്ള ഒരു തുരങ്കം മാത്രമേ ഉള്ളൂ. മറ്റു ഡാമുകളിൽ ഡീകമ്മീഷൻ ചെയ്യുക അഥവാ ജലം കുറക്കണമെങ്കിൽ അതിൻ്റെ ഷട്ടറുകൾ തുറന്നാൽ മാത്രം മതി. കാരണം ഷട്ടറുകൾ ഏറ്റവും താഴെയായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഷട്ടർ 136 അടിയിൽ നിൽക്കുന്നത് കൊണ്ടും അതിൻ്റെ തൊട്ട് താഴെയുള്ള ടണൽ 106.5 അടിയിൽ നിൽക്കുന്നതുകൊണ്ടും ഇതിലെ ജലം കുറച്ച് ഇതിൻ്റെ ഡീകമ്മീഷൻ ചെയ്യണമെങ്കിൽ ഇതിൽ മറ്റൊരു പുതിയ തുരങ്കം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗ്ഗം. അത് കുമളിയിലെ മലയിൽ. അല്ലാതെ ഇത്രയും ദുർബലമായിട്ടിരിക്കുന്ന അണക്കെട്ടിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സുഷിരമുണ്ടാക്കി ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ജലം കുറക്കാനായിട്ടോ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഇതിനേക്കാൾ വലിയൊരു അപകടത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിലവിലുള്ള അണക്കെട്ടിൻ്റെ കെട്ട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗങ്ങളിലല്ല ഈ തുരങ്കം നിർമ്മിക്കുന്നത്. 8.5 കിലോമീറ്റർ അകലെയായത് കൊണ്ട് തന്നെ അത് വളരെയധികം സുരക്ഷിതമാണ്, ഏറ്റവും നല്ലൊരു മാർഗവുമാണ്. അതായത് ഒരു അപകടമുണ്ടായാൽ ഡാം പൊട്ടിയാൽ ഏറ്റവും അവസാനം ബാധിക്കുന്ന ഒരു പ്രദേശമാണ് വൈപ്പിൻ. അതെ, നിങ്ങൾക്കുണ്ടായ ഈ ഒരു വികാരം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രയത്നം എന്തുകൊണ്ടാണ്? ഇതിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന കുറേ പ്രദേശങ്ങളുണ്ട്, അവരാരും ഇത് അറിയുന്നില്ലേ? ഞങ്ങൾ ഇവിടെ ഈ സമരം ആരംഭിക്കാനുള്ള കാര്യം തന്നെ 2018 പ്രളയമുണ്ടായ സമയത്ത് നമ്മൾ അനുഭവിച്ച വെള്ളപ്പൊക്കവും അപകടത്തിൻ്റെ ഭീഷണിയുടെ ഒരു വ്യാപ്തിയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സമരത്തിലേക്ക് വന്നതും ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും കാരണമായത്. ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്നിപ്പോൾ 303 ദിവസമായി കഴിഞ്ഞു ഈ സമരം. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വള്ളക്കടവ്, ഈ മുല്ലപ്പെരിയാറിന് തൊട്ട് താഴെയുള്ള വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം പലതവണ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, അവിടെയുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥയും പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരെല്ലാവരും മരണത്തെ പ്രതീക്ഷിച്ച് കഴിയുകയാണ്. അവരുടെ മുമ്പിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല എന്നൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. കാരണം പുതിയ ഡാം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു, പഴയ ഡാം ബലപ്പെടുത്തി കൂടുതൽ ഉയരത്തിൽ ജലം സംഭരിക്കണം എന്ന് പറഞ്ഞ് തമിഴ്നാട് പോകുന്നു, തമിഴ്നാട് പറയുന്നതിന് കേരളം എതിർക്കുന്നു, കേരളം പറയുന്നതിന് തമിഴ്നാട് എതിർക്കുന്നു. രണ്ട് കാര്യങ്ങൾ സമാന്തരമായിട്ട് ഉത്തരമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. ഈ രീതിയിൽ പോയാൽ വളരെ വലിയൊരു അപകടത്തിലേക്ക് പോകും എന്നുള്ളത് അവിടെയുള്ള ആളുകൾക്കും അറിയാം, നമ്മൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പരിഹാരം ഉണ്ടാവാത്ത ഒരു കാര്യമാണിത്. വെള്ളം വരുമ്പോൾ ഞങ്ങളെല്ലാം മരണപ്പെടും എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥ. അപ്പോൾ നമ്മളവരോട് ഈ പുതിയ തുരങ്കം എന്നുള്ള ആശയത്തെക്കുറിച്ചും സുപ്രീം കോടതി ഇത് നിർദ്ദേശമായി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെല്ലാവരും വളരെ
പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞു. ഈ സമരത്തിനോടൊപ്പം അവരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അധികം വൈകാതെ തന്നെ ഇതിപ്പോൾ ഒരു ബോധവൽക്കരണവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് വൈകാതെ തന്നെ കേരളം മുഴുവൻ, കേരളമല്ല ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന വലിയൊരു പ്രക്ഷോഭമായിട്ട് മാറും. ഇതിൽ ജനങ്ങളോട് സ്നേഹമുള്ള സത്യസന്ധരായ രാഷ്ട്രീയക്കാരും എല്ലാ സംഘടനകളും സത്യസന്ധരായ എല്ലാ മനുഷ്യരും ജനങ്ങളോട് സ്നേഹമുള്ള എല്ലാവരും പങ്കെടുക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഇത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു സമരമാണ്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഉറച്ച തീരുമാനമെടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കമ്മിറ്റിയിലെ ആളുകളെല്ലാം അവരുടെ സമയങ്ങളും ബിസിനസ്സുകളും ജോലിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, കാരണം എത്ര പണം ഉണ്ടാക്കിയാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ ജീവൻ നിലനിർത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അടിസ്ഥാനപരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇതിനോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകുന്നത്. 5 വർഷം കഴിയുമ്പോഴും ഇലക്ഷൻ വരും. അതെ, ഒരുപാട് വാഗ്ദാനങ്ങൾ തരും, ഉടനെ ഇപ്പോൾ അത് ചെയ്യും. നിങ്ങൾ ഈ വരുന്ന ഇലക്ഷനിൽ വീണ്ടും ഒരു 10 മാസം കഴിയുമ്പോൾ ഇലക്ഷൻ വരാം, നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചത്? ഞങ്ങൾ ഇപ്പോൾ ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ ജനപ്രതിനിധികൾക്കും ഗവൺമെൻറ്റുകൾക്കും ഇതിൽ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും. കാരണം അവനവൻ്റെ ജീവൻ നിലനിർത്താൻ ജനങ്ങൾ മുന്നോട്ട് വരുന്നു. ജനങ്ങളുടെ ഏറ്റവും വലിയൊരു കേരളത്തിലെ ദക്ഷിണേന്ത്യൻ കണ്ടതിലെ ഏറ്റവും വലിയൊരു 2ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് ഈ സമരം പോകും. അതെ, ഈ ആഗസ്റ്റ് 15-ന് ഞങ്ങൾ ഈ സമരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രഖ്യാപിക്കും, പ്രക്ഷോഭത്തിലേക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങൾ. കാരണം വേറെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഇത് ഒരു സമരം 50 ദിവസമാകുമ്പോൾ, 100 ദിവസമാകുമ്പോൾ, 150 ആകുമ്പോൾ, 200 ആകുമ്പോൾ ജനപ്രതിനിധികൾ ഇങ്ങനെ വരും. അവർ വരും, ഒരു ഫോട്ടോ എടുക്കും. അതിനപ്പുറത്തേക്ക് എന്ത് കാര്യങ്ങൾ ഇവിടെ ജനപ്രതിനിധികൾ ചെയ്തിട്ടുണ്ട്? നിലവിൽ ഇവിടെ നമ്മുടെ ഹൈബിയുടെ MP ഇവിടെ ഒരു ദിവസം വന്നിരുന്നു. അദ്ദേഹം ഈ സമരപ്പന്തലിൽ വെച്ച് പ്രഖ്യാപിച്ചത് ഈ ഒരു പുതിയ തുരങ്കം എന്നുള്ള ആശയം വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആശയമാണ്. ഇത് അടുത്ത് തന്നെ അദ്ദേഹം പാർലമെൻറ്റിൽ അവതരിപ്പിക്കും, മറ്റ് MP-മാരെയും ഈ ആശയം ബോധ്യപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഇത് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ ശേഷം ഇപ്പോൾ ഒരു 4-5 മാസത്തോളം സമയം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതുവരെ ഇതിൽ അവതരിപ്പിച്ചിട്ടില്ല. പലതവണ അദ്ദേഹം പാർലമെൻറ്റിൽ ചെന്നിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ പറഞ്ഞ തേക്കടി റിസോർട്ട് ലോബികളെ ഭയപ്പെടുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം മുന്നോട്ട് വരാത്തതും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ മുന്നോട്ട് വരാം. പിന്നെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ഈ ഒരു സമരത്തെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ മാസത്തിൽ 4 ദിവസം ഉപവാസം ഇരിക്കാൻ ഏറ്റുണ്ട്. ഇന്നിപ്പോൾ ഉപവാസം ഇരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയാണ്, വൈപ്പിൻ മണ്ഡലത്തിലെ എക്സിക്യൂട്ടീവാണ് രാജൻ ചേട്ടൻ, അദ്ദേഹമാണ് ഇരിക്കുന്നത്. അതുപോലെ കുറേ സംഘടനകൾ നമ്മളോട് സഹകരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഈ സമരം ഇപ്പോൾ കുറേയധികം ആളുകളുടെ മനസ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചാണ്. അതുപോലെ നമ്മളുടെ ഇളങ്കുന്നപ്പുഴ പഞ്ചായത്ത്, ഈ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും ഇവിടെ ഉപവാസം ഇരുന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല പഞ്ചായത്ത് ഏറ്റവും അടിയന്തര ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഈ ഒരു ആശയം നടപ്പാക്കുന്നതിന് വേണ്ടി. ബാക്കിയുള്ള പഞ്ചായത്തുകളിലെല്ലാം നമ്മൾ വൈപ്പിങ്കരയിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ അടിയന്തര പ്രമേയം അടുത്ത് തന്നെ പാസ്സാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതൊരു ബോധവൽക്കരണത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാധ്യമങ്ങളുടെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് എത്തുള്ളൂ. മാധ്യമങ്ങളിലേക്ക് വരാം. ഒന്നിനു പിറകെ ഒന്നായിട്ട് പെട്ടിക്കടകൾ പോലെയുള്ള മാധ്യമങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. എത്രത്തോളം മാധ്യമങ്ങൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കും? ഈ സാധാരണ രീതിയിൽ പത്രങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം മനോരമ, മാതൃഭൂമി, മംഗളം ഇങ്ങനെയുള്ള പല മാധ്യമങ്ങൾ എടുക്കുകയും ഇതെല്ലാം സെക്കൻഡ് പേജുകളിൽ മാത്രമായിട്ടാണ് നമ്മളുടെ ഇവിടെ നടക്കുന്ന ഈ സമരവും വാർത്തയും ഒതുങ്ങിപ്പോകുന്നത്. പ്രധാന പേജുകളിൽ ഈ ഒരു വാർത്ത ഇതുവരെ കാര്യമായിട്ട് വന്നിട്ടില്ല. പിന്നെ ഹിന്ദു പത്രത്തിൽ സമരം തുടങ്ങിയ സമയത്ത് ഒരു വാർത്ത വന്നിരുന്നു. ഒരുപാട് ടെലിവിഷൻ ചാനലുകളുണ്ട്. അതെ, എത്രത്തോളം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഇതുവരെ നിലവിലുള്ള ടെലിവിഷൻ ചാനലുകളിൽ ഏഷ്യാനെറ്റ് ഒരു തവണ വന്നു, ഒരു ചെറിയ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഏഷ്യാനെറ്റ് ന്യൂസ്. മറ്റ് ചാനലുകളൊന്നും ഇത് മുൻപിലേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ വിചാരിക്കുന്നത് ഇതിൻ്റെ പുറകിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു ലോബിയുടെ സമ്മർദ്ദം ഈ ആശയം മുന്നോട്ട് വരാതിരിക്കുവാൻ വേണ്ടി ഉണ്ട്. ഒരു അപകടം നടന്നതിന് ശേഷം വാർത്ത ചെയ്ത് അതിനകത്ത് റീച്ച് ഉണ്ടാക്കാൻ കാത്തിരിക്കുകയാണോ? അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴും? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ത് അപകടം നടന്നാലും ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും സംസാരിക്കുക. കാരണം ഞങ്ങൾക്ക് മനസ്സിലാക്കിയതിടത്തോളം ഇവർ അപകടം നടന്ന ശേഷം വരാനല്ല. കാരണം ഈ അപകടത്തിൽ ഇവരും ആദ്യം പോകും. അതെ, ഈ അപകടത്തിൽ അവരും കൂടി ഉൾപ്പെടുന്നത് കൊണ്ട് അപകടം നടന്ന ശേഷം വരാനായിരിക്കില്ല. അവരാരെയോ ഭയപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം വലിയൊരു ലോബി ഇവരുടെ പുറകിലുള്ളതുകൊണ്ട് ഇവർക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള നീക്കം ഉണ്ടായാലോ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആളുകൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കം ഉണ്ടായാലോ എന്ന് പേടിച്ചിട്ട് മാധ്യമങ്ങൾ പേടിച്ച് മാറി നിൽക്കുകയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്തായാലും ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ധൈര്യമുള്ള ഇപ്പോൾ കാവ്യമാടത്തിനെ പോലുള്ള ധൈര്യമുള്ള മാധ്യമപ്രവർത്തകർ ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ
എല്ലാം കൽപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങളോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമസ്കാരം. സമരസമിതിയുടെ ആരാണ്? ഞാൻ സെക്രട്ടറി. എന്താണ് ശരിക്കും ഇങ്ങനൊരു സമരം തുടങ്ങിയ കാര്യം? നമ്മൾ 2014 സുപ്രീം കോടതിയിൽ ഒരു നിർദ്ദേശം വന്നിരുന്നു മെയ് 7-ന്. അതായത് കേരളത്തിനും തമിഴ്നാടിനും സ്വീകാര്യമായിട്ടുള്ളത്. അത് കേരളം പറയുന്ന പുതിയ ഡാമും തമിഴ്നാട് പഴയ ഡാം ബലപ്പെടുത്തുക എന്നുള്ളത് രണ്ടും വ്യത്യസ്ത ആശയങ്ങളാണ്. അതിന് പകരം നിലവിലെ ഡാമിൻ്റെ 50 അടി അടിത്തട്ടിൽ നിന്നും പുതിയൊരു തുരങ്കം നിർമ്മിക്കുക. ഇത് നിർമ്മിക്കുക വഴി കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കുകയും തമിഴ്നാടിന് ആവശ്യമായ ജലം കിട്ടുകയും. ഇത്രയും വർഷം പറഞ്ഞിട്ടും ഇതുവരെയായിട്ടും പുറം ലോകം കണ്ടിട്ടില്ല. അത് ജനങ്ങളിൽ എത്തിക്കുകയും അധികാരികളുടെ മുമ്പിൽ ഇത് അറിയിച്ച് നമ്മളുടെ ജീവൻ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ഏറ്റെടുത്തത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ബന്ധപ്പെട്ട ഒരുപാട് അധികാരികൾ ഇവിടെ വന്നു പോയിട്ടുണ്ടാവും. അതെ. അവരുടെ മുന്നിൽ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു 100 ദിവസമാകുമ്പോൾ 200 ദിവസമാകുമ്പോൾ ഇവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകും. അതെ. ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചെറുവിൽ അനക്കിയിട്ടുണ്ടോ ഔദ്യോഗികമായിട്ട്? ആരും ഇതുവരെയായിട്ടും ഇതിനു വേണ്ടിയിട്ട് ഇവിടെ വന്ന് നമുക്ക് എല്ലാവിധ പിന്തുണ നൽകുകയെന്നല്ലാണ്ട് ഔദ്യോഗികമായിട്ട് ആരും ഇതുവരെ നടപടിയൊന്നും എടുത്തായിട്ട് നമുക്ക് നിലവിൽ അറിയില്ല. എല്ലാവരും പറയാം മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഈ സമരം തുടങ്ങിയിട്ട് ഏകദേശം 300 ദിവസം. അതെ, 303. ഈ 303 ദിവസം നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജോലികൾ, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് നിങ്ങൾ ഇവിടേക്ക്? അതെ. പലധികം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ഇപ്പോൾ കാരണം ഒരു സമരപ്പന്തൽ കെട്ടിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ സഹിച്ചിട്ട് നാടിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ആളുകൾ സപ്പോർട്ട് തരും? നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ട് ഞങ്ങളിവിടെ സമരം തുടങ്ങിയപ്പോഴത്തേക്കും ആരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള അറിയില്ലായിരുന്നു. പക്ഷേ ഒരുപാട് നിസ്വാർത്ഥരായ പ്രവർത്തനം നമുക്ക് ഇതിൽ നിന്നും കിട്ടി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളും ഒരുപാട് നിസ്വാർത്ഥരായിട്ടുള്ള കുറേ പ്രവർത്തകരും നമുക്ക് ഇതിനൊപ്പം കളക്ട് ചെയ്യാൻ പറ്റി. വിവിധ അവരുടെ ഒരു സപ്പോർട്ടും കൂടി കൊണ്ടാണ് നമ്മൾ ഈ സമരം വിജയിച്ചു പോകുന്നത്. ഇപ്പം കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് അധികാരികൾക്ക് ഒരു ഉത്തരവാദിത്വം ഉള്ളതാണ്. അതെ. കോടിക്കണക്കിന് ആളുകൾ മരണപ്പെട്ടേക്കാവുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഈ സമരം തുടരുന്നത്. അതെ. ഏത് നിമിഷം വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അതിശക്തമായൊരു മഴ ഇടുക്കിയിൽ പെയ്താൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇത് എങ്ങനെയാണ് അധികാരികൾ ഈ സമരത്തെ നോക്കിക്കാണുന്നത്? ഇതെങ്ങനെ ഇവർ പരിഹരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് 2014 വന്നേക്കുന്ന സൊല്യൂഷൻ ഇതൊരു മുൻകരുതലാണ്. ഇത് പൊട്ടുകയോ പൊട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മളുടെ ജീവൻ എന്നേക്കുമായിട്ട് സുരക്ഷിതമാക്കുക. അപ്പോൾ ഇത്തരം പാർട്ടികൾ അവർക്ക് ഒരു സമ്മർദ്ദം കിട്ടിയാൽ മാത്രമേ അവരെ സംബന്ധിച്ച് പുതിയൊരു നടപടി അവർ സ്വീകരിക്കുകയുള്ളൂ. നിലവിൽ അവർ തമിഴ്നാട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ഒരു സുഹൃത്തുക്കളെ പോലെയാണ് ഒരു പ്രശ്നം. അതെ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും ഏറ്റവും അടുപ്പമുള്ള ആളുകളാണെന്ന് നമുക്കറിയാം. പത്രമാധ്യമങ്ങൾ, ദൃശ്യങ്ങൾ, കാരണം ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഒരു ജന്മദിനം വന്നാൽ ആദ്യം ആശംസ അറിയിക്കുന്നത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്. എന്ത് പരിപാടികളുണ്ടായാലും പാർട്ടി വേദികളിൽ ഇവർ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്നവരാണ്. എന്തുകൊണ്ട് ഇവരിത് ഇടപെടുന്നില്ല? ഇവർക്ക് പിന്നിൽ എന്തെങ്കിലും ലോബികൾ ഉള്ളതായിട്ടോ എന്തെങ്കിലും ഒരു പ്രഷർ ഉള്ളതായിട്ടോ തോന്നിയിട്ടുണ്ട്? ഇതിൻ്റെ പുറകിൽ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേക്കടി ബോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേരളത്തിലുള്ളവരും തമിഴ്നാട്ടിലുള്ളവരും ഒരുപാട് പൈസ സാമ്പത്തികമായിട്ട് അവർക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ആശയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേക്കടി ബോട്ടിങ്ങിൻ്റെ ടൈമിങ് കുറയും. അതല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ബോട്ടിങ് നടത്താണ്ട് വേറൊരു ടൂറിസം എന്നുള്ള നിലയിലേക്ക് വേറെ രീതിയിൽ പോകേണ്ടി വരും. പെട്ടെന്ന് അവരുടെ വൻ ലാഭം കയ്യിൽ നിന്നും നഷ്ടപ്പെടും എന്നുള്ളൊരു സ്വാഭാവിക ഒരു ചിന്ത. അതായത് അവർ വരുമാനം കുറയും എന്നുള്ള ചിന്ത ഉള്ളവർ കൊണ്ട് അവരുടെ ഒരു കൺട്രോള് ഈ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും മറ്റുള്ള പാർട്ടികളിലും അതുപോലെ തമിഴ്നാട്ടിലും ഇതുണ്ട്. ഈ ആശയം വരാതിരിക്കാനായിട്ട് അവരാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത്രയും വലിയൊരു ചെറിയൊരു റിസോർട്ട് നടത്തുന്നവർക്ക് പോലും ലക്ഷങ്ങളാണ് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വരുമാനം അവർക്ക് നിൽക്കുക എന്നുള്ളത് കൊണ്ട് അവരെല്ലാവരും കൂടി ഒരു ലോബിയായി മാറി അവരുടെ വരുമാനത്തിന് ബാധിക്കുന്ന ഈ പുതിയ ആശയം, അതായത് നമ്മുടെ കേരളത്തിലെ 1.5 കോടി ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കുന്ന ഈ മാർഗം വരാതിരിക്കുവാൻ അവർ ഇവിടെയുള്ള MLA MP-മാരോ പോലും അറിയുന്നില്ല. അവരുടെ കുടുംബവും ഇതെല്ലാം നശിക്കും എന്നുള്ളത് അറിയാണ്ട് അവർക്ക് ഈ ലോബിയുടെ സപ്പോർട്ടിൽ അവർ ഈ ആശയം വരാതിരിക്കാണ്ട് രാഷ്ട്രീയമായിട്ടും അവർ എതിർക്കുകയാണ് ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള കുറേ സബ് അണക്കെട്ടുകൾ, അതെ, ഇതൊക്കെ തകരുന്നു. ഇതെല്ലാം ചെറിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന ഒരു സാധ്യതയാണുള്ളത്. ഇപ്പോൾ
ഇപ്പോൾ നിങ്ങളുടെ ഈ സ്ഥലത്തേക്ക് അവിടുന്ന് അണക്കെട്ട് പൊട്ടിയെടുക്കാൻ എത്ര മണിക്കൂറുകൾ കൊണ്ട് ഇവിടെ എത്തുമെന്നാണ് പറയപ്പെടുന്നത്? കാരണം പ്രളയം വന്ന സമയത്ത് അവിടെ ഡാമുകൾ തുറന്നപ്പോൾ ഇവിടെ വെള്ളത്തിൽ മുങ്ങിയ ഒരു പ്രദേശമാണ്. അതെ അതെ, ഞാനൊക്കെ കടലിൻ്റെ ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷ. ഒരു വലിയ മഴ വന്നാൽ ഇവിടെയൊക്കെ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയുണ്ട്. ഞാനെല്ലാം വീട്ടിൽ നിന്നൊക്കെ മാറിയെന്നാണ്. കാരണം ഈ വീട്ടിൽ വെള്ളം കയറിയിട്ട് ഞങ്ങളുടെ ഏരിയയിലുള്ള എല്ലാവരും മാറേണ്ട അവസ്ഥ വന്ന് ഞങ്ങൾ പുഴയെല്ലാം നീന്തിയാണ്, അതായത് ഈ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ പ്രളയ സമയത്ത് അതായത് ഇടുക്കി ഡാമിൽ 1 മീറ്റർ, ഒരു ഷട്ടറിൻ്റെ 1 മീറ്റർ 10 സെൻറ്റിമീറ്റർ മാത്രം ഉയർത്തിയപ്പോഴാണ് ഇവിടെ വെയിലേറ്റുണ്ടാവുകയും ആ സമയത്ത് തന്നെ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം ഇടുക്കി ഡാമിലെത്തുകയും ഇടുക്കി ഡാം 1 മീറ്റർ 10 സെൻറ്റിമീറ്റർ ഷട്ടർ അവർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിയന്ത്രിച്ചാണ് ഉയർത്തിവിട്ടത്. അത്രയും ഉയർത്തിവിട്ടിട്ടാണ് നമ്മൾക്ക് ആ 2018 പ്രളയം അനുഭവപ്പെട്ടത്. എത്ര നാളായിട്ട് ഈ സമരത്തിൻ്റെ കൂടുണ്ട്? ഞാനിപ്പോൾ 200 ദിവസം കഴിഞ്ഞു. 200 ദിവസം, 250 ദിവസം കഴിഞ്ഞു ഈ സമരത്തിൻ്റെ കൂടെ. എന്തുകൊണ്ടാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി? ഇവിടെ ഒരു വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൈസ അടയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പൈസ അടയ്ക്കാൻ ഞാൻ വന്നു. അപ്പോൾ ഇവിടെ ഒരു പന്തൽ കണ്ടു. പന്തൽ കുറച്ച് ആൾക്കാർ മാലകളിട്ടിരിക്കുന്നു. പൊതുവേ എനിക്ക് സമരത്തിനോട് വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. കാരണം നമ്മൾ കേരളം നമുക്കറിയാം. നോക്കി അപ്പോൾ ഞാൻ അവിടെ കാണുന്നത് വായിച്ചു നോക്കിയപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന നിയമ നടപടികളെടുക്കുന്ന സുപ്രീം കോടതിൻ്റെ ഒരു വിധിയാണ് അവിടെ കിടക്കുന്നത്. ആ വിധി വന്നിട്ട് 14 വർഷമാണ്. ആ വിധി നടപ്പിലാക്കിയില്ലെങ്കിലുള്ള ദുരന്തം എന്താണെന്ന് എന്നെ അവിടെ വെച്ച് ചിന്തിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നിൽ താഴെയുള്ള യുവാക്കൾ ഇതിൻ്റെ ശരിയും തെറ്റുകളും മനസ്സിലാക്കി അവർ മുന്നോട്ട് വന്നപ്പോൾ അവരുടെ ഒപ്പം നിൽക്കണം എന്നുള്ളൊരു തോന്നലാണ് എന്നിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ ഞാൻ ഇവരായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവരോടൊപ്പം അണിചേരണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇപ്പോൾ സമരത്തിൻ്റെ കൂടെയാണ്. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ കോർഡിനേറ്ററാണ്. ഇനി എൻ്റെ ഒരു അഭിപ്രായം, ഇവരിവിടെയാണ് തുടങ്ങുന്നത്. ഞാൻ 2020 2 ദിവസവും ഇവിടെ വന്നിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ആം ആദ്മി പാർട്ടിക്കാരനാണ്, മറ്റേത് 2020 പാർട്ടിക്കാരാണ്. അവരോട് വന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ആം ആദ്മി പാർട്ടി ഈ പന്തൽ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ ആൾ വന്ന് ഇവിടെ ഇരിക്കാം, നിരാഹാരം ഇരിക്കാമെന്ന് പറഞ്ഞു. അതിന് നിങ്ങൾക്ക് സമ്മതം? അവർ വളരെ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു 3-4 മാസം ആം ആദ്മി പാർട്ടി ആഴ്ചയിൽ ഒരു ദിവസം വരികയും ഇവിടെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ 9 മണിയാണ് ഷാർപ്പ് ടൈം, 5 മണിയാണ്. വന്നാൽ 5 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചാൽ 2 കിലോമീറ്റർ അകലെ നിന്ന് ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോ ഇവിടെ എത്തി. അങ്ങനെ വന്ന് ഈ സമരത്തിൻ്റെ ഭാഗമായി സമരം മുടങ്ങാൻ പാടില്ല. ഇവർ മുടക്കിയാലും ഞാൻ സമ്മതിക്കില്ല മുടങ്ങാൻ. കാരണം ആ ചൂണ്ടിക്കാണിച്ച അതാണ് കാരണം. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്സ് ആണത്. അത് ജനങ്ങളിലെല്ലാം കൂടിയുള്ള ഡോക്യുമെൻറ്റ്സാണ് ആ തൂക്കിയിട്ടിരിക്കുന്നത്. അതിന് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സ്റ്റാലിനപ്പുറത്തും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും മറ്റു സംഘടനകളും വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? അതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റും? നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾക്കറിയാം, വൈപ്പിൻകര ഇവിടെ ഉണ്ടായിട്ട് 800 വർഷത്തോളം ആയിട്ടുണ്ട്. ഈ 800 വർഷമായ വൈപ്പിൻകരയിൽ നിന്ന് ഓരോ കൊല്ലം ചെല്ലും തോറും ഓരോ സെൻറ്റിമീറ്റർ മണ്ണ് നഷ്ടപ്പെട്ടുകൊണ്ട് പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നു. നാസയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2100-ൽ 2 അടി വെള്ളം നമ്മൾ പൊങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോകുന്ന വെള്ളവും ഇവിടുന്ന് ഡാമിൽ എന്തെങ്കിലും അതിവർഷവും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡാം പൊട്ടാതെ തന്നെ ഇവിടെ പ്രളയമുണ്ടാകും. 2100 മുമ്പ് നാസയുടെ റിപ്പോർട്ട് അനുസരിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് മുൻകരുതൽ എടുക്കണ്ടേ നമ്മൾ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുൻകരുതലെടുക്കാൻ വേണ്ടിയുള്ള താൽക്കാലികമുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റല്ലേ സുപ്രീം കോടതി കൊടുത്തത്? 5 അംഗ ഭരണഘടന ബെഞ്ച് ആദ്യം അത് നിലവിൽ നിൽക്കുന്ന വിധിയെഴുതാൻ ശക്തിയുള്ള ഒരു ഭരണഘടനാ ബെഞ്ചിൻ്റെ മുമ്പിൽ ഇവിടുത്തെ ഒരു പരാതി ചെന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സമയക്കുറവുണ്ട്. അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഭരണഘടനാ ബെഞ്ചിലേക്ക് നിലവിൽ ഉണ്ടായിരുന്ന ഒരു ഭരണഘടനാ ബെഞ്ചിലേക്കാണ് ഈ
പേപ്പറുകൾ അവരയച്ചത് കേസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. അവർ സ്വതന്ത്രമായി ലോകത്ത് മുഴുവനുമുള്ള ഡാം മാനേജ്മെൻറ്റിനെ കുറിച്ച് ശക്തമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും ടെക്നിക്കലായിട്ടും എഞ്ചിനീയറിംഗ് സിസ്റ്റം ഉപയോഗിച്ചും അവരത് പഠിച്ചെടുക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് അവരുണ്ട റിപ്പോർട്ട് അനുസരിച്ച് ഗാഡ്ഗിൻ റിപ്പോർട്ടും അവർ സൂക്ഷ്മമായിട്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ടും അവർ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചതിന് ശേഷം എന്നുവെച്ചാൽ പ്രകൃതിയെ വരുംകാലങ്ങളിൽ സൂക്ഷ്മമായി നിലനിർത്തേണ്ടത് ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമാണ്, ലോകത്തിന് ആവശ്യമാണെന്നുള്ള ബോധ്യത്തോടെ അവർ സൂക്ഷ്മമായി നിരീക്ഷണം നടത്തി ഒരു റിപ്പോർട്ട് വിധി എഴുതാൻ കരുത്തുള്ള ഭരണഘടനാ ബെഞ്ചിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് നിസ്സാരമായ സംഭവമാണ്. ലോകത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടോ? നടന്നു ഇന്ത്യയിൽ. കാരണം ജനങ്ങൾക്ക് വേണ്ടി 2-3 കോടി ജനങ്ങളെ ബാധിക്കുന്നതും ഒരു കൊച്ചു കേരളത്തിനെ ബാധിക്കുന്നതും അതിതീവ്രമായ മഴയുള്ള കൊച്ചു കേരളം നമ്മൾക്കറിയാം. ആസാമിൽ ും ചിറാപുഞ്ചിയിലും കേരളത്തിലുമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മഴയുള്ളത്. അതോടൊപ്പം തന്നെ ഏഷ്യയിൽ ഏറ്റവും ജനസംഖ്യയുള്ള സ്ഥലമാണ് പൈപ്പിൻകര. അപ്പോൾ ഇത്രയും സൂക്ഷ്മമായ ഒരു റിപ്പോർട്ട് വന്ന് അവരയച്ചപ്പോൾ കേരളത്തിനെ സംരക്ഷിക്കുമ്പോൾ എന്തുകൊണ്ട് അതിന് ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ ഭരണ പ്രതിപക്ഷങ്ങൾ വേണ്ട പരിഗണന കൊടുക്കണില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഇവർക്കൊരു തെറ്റുപറ്റി എന്നുള്ള തോന്നൽ മനസ്സിലുണ്ട്. കാരണം ഇവരുടെ ആദ്യത്തെ സമരം ഇവർ രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ട് നടത്തിയപ്പോൾ അവർ താൽക്കാലികമായിട്ട് ജനങ്ങളെ അവരുടെ സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഒരു ഡാം പണിയാമെന്നും പറഞ്ഞുകൊണ്ട് അവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. വർഷത്തിൽ നമ്മുടെ ലോകരാഷ്ട്രങ്ങളിലെ ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അനുസരിച്ചു അന്തരീക്ഷത്തെയും ഇവിടെ കാലാവസ്ഥയെയും ക്രമീകരിക്കണമെന്നുള്ള ഒരു സിസ്റ്റം ലോകരാഷ്ട്രങ്ങളിൽ തന്നെ തീരുമാനമായതുകൊണ്ട് ഇത്തരം ഡാമുകൾ ഇനി പാടില്ലെന്ന് തന്നെ 50 വർഷം മുമ്പ് തന്നെ USA-യിൽ അതിനുള്ള ടെക്നിക്കലായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ടാണ് 1000-ഓളം ഡാമുകൾ USA-യിൽ ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുള്ള ചെറിയ ചെറിയ അറിവുകൾ വെച്ച് നാം ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നത്? ഇവിടെ പ്രതിപക്ഷ നേതാവില്ലേ, എന്തുകൊണ്ട് വീണ്ടും ഏറ്റെടുക്കില്ല? കാരണം അവർ 100-ഓളം 200-ഓളം 300-ഓളം ജാഥകൾ നടത്തി ഈ കൊച്ചു കേരളത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 5-8 കൊല്ലങ്ങൾ കൊച്ചു കേരളത്തെ ബുദ്ധിമുട്ടിച്ചു കൊടുത്ത സമയത്താണ് ഞങ്ങളുടെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന CP റോയ് സാർ ചിന്തിച്ച് കണ്ടുപിടിച്ചതാണ്, ആലോചിച്ച് കണ്ടുപിടിച്ചതാണ് ഇത് ടണലാക്കിക്കൂടെയെന്ന്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച കാര്യം കൂടി സുപ്രീം കോടതിയിലെ 5-അംഗ ഡിവിഷണൽ ബെഞ്ചിലേക്ക് അദ്ദേഹം അറിയിക്കുകയാണ് ഉണ്ടായത്. ശ്രദ്ധിക്കണം, അവിടെ നിന്നാണ് അവരുടെ ബുദ്ധിയിലേക്ക് ഉദിച്ചത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത് തന്നെയാകണമെന്നില്ല. USA-ൽ 1000 ഡാം റീകണ്ടീഷൻ ചെയ്തത് കൊണ്ട് അതുമാകാം. ഇത് രണ്ടും കൂടി കമ്പാരിസൺ ചെയ്തുകൊണ്ടുള്ള വിധിയാണ് നമ്മൾക്കിവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു വിധി വന്നു കഴിഞ്ഞ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നാം എങ്ങനെ കിടന്നുറങ്ങും? ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു വോട്ട് ചെയ്യണപ്പോൾ അവരിന് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇനി ഇവരിൽ നിന്ന് എന്താ പ്രതീക്ഷ? ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയിലും ഇവിടെ സാങ്കേതിക വിദ്യകളിലും എന്താ വ്യവസ്ഥ? ഇവിടെ ഒരു മെഡിസിൻ വേണ്ടി അല്ലെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ USA-യുടെ ടെക്നോളജി ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട് ഈ ജനങ്ങൾ നശിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പെട്ടെന്നൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സംഭവിക്കും? ഇവിടെ ഈ വല്ലാർപാടം ഭാഗങ്ങളിലേക്ക് ഏതാണ്ട് പെടൽ ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ സർവേ ചെയ്ത് കഴിഞ്ഞപ്പോൾ 6 അടി പൊക്കത്തിൽ വെള്ളം വരെയും വീടുകളിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. പറൂർ വടക്കോശൻ ചേന്നമംഗലം ഭാഗത്ത് ഓരോ വീടിനും മുകളിലോളം ടെറസിന് 8 അടിയോളം വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്കമാലി എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ സർവേ ചെയ്തു. ഞങ്ങളവിടെ പോയി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 9 അടിയോളം വെള്ളം നിന്നിട്ടുണ്ടായിരുന്നു. അങ്കമാലി എന്ന് പറഞ്ഞാൽ പൊക്ക പ്രദേശമില്ല, അവിടെ നിന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷങ്ങളും മറ്റു നേതാക്കന്മാരും എന്താ മാറി നിൽക്കുന്നത്? ഇവരെ ഇനി എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ ഭരണത്തിൽ കയറ്റും? അപ്പോൾ ഞാൻ പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം ടണൽ സമരത്തിന് വേണ്ടി, ടണൽ സമരം മാത്രമല്ല ഒരു പുതിയ പാർട്ടി തന്നെ രൂപീകരിച്ചാലല്ലേ ഇത് നേടാൻ പറ്റുന്നുള്ള ഘട്ടത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം 2020-കാരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഒരെണ്ണം തുടങ്ങണം. ഞാറക്കൽ പഞ്ചായത്തിലേക്ക് തുടങ്ങാൻ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ടണൽ സമരമുണ്ടായി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയെ ഇവിടെ രൂപീകരിച്ചാൽ മാത്രമേ ജനാധിപത്യം ശക്തിപ്പെടാൻ പാറ്റുള്ളൊരു അവസരമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികാരികൾ തയ്യാറാകണം.
മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് ജനങ്ങൾക്ക് മീതെ ഭീതിയുടെ കരിനിഴൽ വീർത്തി നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടത് അധികാരികളാണ്. അധികാരികൾ കണ്ണു തുറക്കുക.